ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ നല്ലൊരു അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദയും കൊക്കോ പൗഡറൊക്കെ കൂടിയിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാൻ മൈദ സെപ്പറേറ്റ് അരിച്ചെടുത്ത് കേട്ടോ, അതുകൊണ്ട് ഞാനിതിൽ അരിച്ചെടുക്കുന്നില്ല. നിങ്ങളിടുമ്പോൾ ഒരു അരിപ്പയിലേക്ക് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടിയിട്ടൊന്ന് ഇട്ടിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മൈദ, പിന്നെ ഒരു 1/4 കപ്പ് നമ്മുടെ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂണ് നമ്മുടെ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് എഗ്ഗൊന്ന് ബീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. സ്മോൾ എഗ്ഗായിട്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. ഇത്തിരി വലുപ്പമുള്ളതാണെങ്കിൽ 3 മതിയാവും. ഇത് 1 kg കേക്ക് സ്പോഞ്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൽ 1.5 ആക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒന്ന് ഒരു 6 മുട്ട വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് പെർഫെക്റ്റ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. സ്പഞ്ച് ഞാൻ പെർഫെക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു 4 മുട്ട, ഒരിത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂണ് നമ്മുടെ വാനില എസൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 1 കപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തത് കൊണ്ട് ഞാൻ 1 കപ്പ് തന്നെയാണ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുന്നത്. പൊടിച്ചിട്ടാണ് 1 കപ്പ്. ഇനിയിപ്പോൾ അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു വൈറ്റ് കളറാകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഷുഗർ പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നായിട്ട് ഇങ്ങോട്ടിട്ട് ബീറ്റ് ചെയ്യണ്ട. അങ്ങനെ ഇത് കണ്ടില്ലേ, നല്ലൊരു വൈറ്റ് കളറാകുന്നത് വരെ നമുക്കിത് എഗ്ഗൊന്നും ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവറും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എഗ്ഗ് ഇവിടെ നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന ടൈമിന് നമുക്ക് എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ കേക്കായി വന്നാൽ. ഇനിയിപ്പോൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സൊക്കെ കൂടിയിട്ട് ഒരു 2-3 പ്രാവശ്യം ആക്കിയിട്ട് നമുക്ക് എഗ്ഗിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുത്തി ഇളക്കി മിക്സ് ചെയ്താൽ നമ്മുടെ ആ എഗ്ഗ് ബീറ്റായത് താണു പോവും. പിന്നെ സ്പോഞ്ച് നന്നായി വരില്ല. അതുകൊണ്ട് പതിയെ ഒന്നായി കൊടുക്കാം കേട്ടോ. ഞാൻ വീഡിയോ ഒന്ന് സ്പീഡാക്കിയതാണ്, ഇല്ലെങ്കിൽ ലെങ്ത്തായി പോവും. അതുകൊണ്ടാണ് ഞാനിവിടെ സ്പീഡിൽ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളാക്കുമ്പോൾ മെല്ലാക്കും. പിന്നെ ഇത് ഇങ്ങനെ മിക്സായിക്കൊണ്ടിരിക്കുന്ന ടൈമിന് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലില്ലാത്തത് കൊണ്ടാണ് ഇളം ചൂടുവെള്ളം ഒഴിച്ചത്. നിങ്ങൾക്ക് പാല് കയ്യിലുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഓവർ ഒഴിച്ചാൽ നമ്മുടെ ബാറ്റർ ലൂസായി പോകും. അപ്പം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസിങ്ങും കാര്യങ്ങളൊന്നും ഈ സ്പോഞ്ചിൽ ആക്കിയിട്ടില്ല. മക്കൾക്ക് കേക്ക് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയൊരു കേക്കാണ്. പിന്നെ എന്താ പറയുക, അതിൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുത്തുള്ളത്. പിന്നെ ഞാനിവിടെ കേക്ക് ടിന്ന് ഒരിത്തിരി പിന്നെ സൺഫ്ലവർ ഓയിലാക്കിയിട്ട് അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണമെങ്കിലും ആക്കാം. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും യൂസ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കേക്ക് ഇങ്ങനെ ആയി വരുന്ന ടൈമിന് പെട്ടെന്ന് തന്നെ സൈഡ് വിട്ട് വരും. അങ്ങനെ ഞാൻ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് എയർ ബബിൾസൊക്കെ പോയതിന് ശേഷം ഞാനിവിടെ ഇതൊരുത്തൊരു വലിയൊരു പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തപ്പോൾ നമ്മുടെ അടിപൊളി സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും നല്ല രസമുണ്ടേനു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടീ കേക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ കാരമൽ സോസും ചോക്ലേറ്റ് ഗനാഷും ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പിന്നെ ക്രീമൊന്ന് ഇതാക്കി എടുക്കുന്നത്. പിന്നെ ക്രീം വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇങ്ങനെ ഐസിങ് ഒന്നും ചെയ്തിട്ടില്ല, മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ടാക്കിയിട്ടാണ് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ പരിപാടിയും. പക്ഷേ സ്പോഞ്ച് 1 kg ഉണ്ടാക്കുന്ന കറക്റ്റ് മെഷർമെൻറ്റാണ് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
തട്ടിക്കൂട്ട് സോസും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും അടിപൊളി കേക്കേനു കേട്ടോ, നല്ല രസമുണ്ടേനു. അപ്പോൾ മക്കൾക്കൊക്കെ പെട്ടെന്നൊരു കേക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കേക്കായത്. പിന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രീമും പിന്നെ ചോക്ലേറ്റ് ചിപ്സും പിന്നെന്താ ചോക്ലേറ്റ് കാരമൽ അതൊക്കെ ചെയ്തില്ലേ, അതൊക്കെ കൂടി ഇട്ടിട്ട് കേക്കൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുത്തതിന് ശേഷം എടുത്ത് കട്ട് ചെയ്താൽ കേട്ടോ, നല്ല രസമുള്ള കേക്കേനു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.